ഞാനോദാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Okay. Okay. Inshallah. Okay. Assalamualaikum Ustaz. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്നലെ അഖീദയിലെ എത്രാമത്തെ പാഠമാണ് ലാസ്റ്റ് അവസാനമായിട്ട് ചർച്ച ചെയ്ത് ഓർമ്മയുണ്ടോ? ഓക്കെ. ഇന്നലെ നമ്മൾ ലാസ്റ്റ് ഏത് പാഠമാണ് പറഞ്ഞത് മക്കളെ? പറയൂ. അസ്ഹാബുൻ നബി. അഞ്ചാമത്തെ പാഠം വരെ നമ്മൾ പറഞ്ഞില്ലേ? 4 പാഠം വരെ ഉള്ളതിന്റെ ചോദ്യ പേപ്പറൊക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി അസ്ഹാബുൻ നബിയില് നമ്മൾ വേഗം പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് അതിന്റെ ബാക്കി കൂടെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. നിങ്ങളുടെ മുമ്പിലൊക്കെ പേനയും നോട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ അതുപോലെ പുസ്തകം, ടെക്സ്റ്റ് ബുക്കും അതുപോലെ പെൻസിലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നമുക്ക് അടയാളപ്പെടുത്താനുള്ളതൊക്കെ അടയാളപ്പെടുത്തുകയും ചെയ്യാം കേട്ടോ. പക്ഷെ അതപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇന്നലത്തെ പോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിന്റെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് ആദ്യം നമുക്ക് നോട്ട് ചെയ്ത് പോകാം. അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ എടുത്തതിന്റെ പാഠഭാഗം അതിന്റെ ബാക്കി ഭാഗം സ്ക്രീൻ ഷെയറോടെ കാണിച്ചു തരും. അപ്പൊ ഭാഗം തീരെ ശ്രദ്ധിക്കാം കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. യെസ്. കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞ ചോദ്യമായിരുന്നു, സ്വഹാബി എന്ന് പറയുന്നു ആർക്ക്? ആരാണ് സ്വഹാബി എന്ന് പറയുന്നത്? സ്വഹാബി എന്ന് സ്വഹാബി എന്ന് പറയുന്നു. അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യം. ഓക്കെ. മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അവരുടെ ഗുണവിശേഷണങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? ആർക്കും കാണുന്നില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ സ്ക്രീനിൽ എന്താ കാണുന്നത്? ഒന്നും കാണുന്നില്ലേ? അപ്പൊ സ്ക്രീൻ ഷെയർ പോയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് നോക്കട്ടെ. കാണുന്നുണ്ട്. ഓക്കെ. ഒന്നുകൂടി ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ട്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. ഇടയിൽ ചില ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, അതാണ്. അപ്പൊ അവർക്ക്
കൊടുക്കുമ്പോൾ പോവാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ. നമ്മളോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചോദ്യമാണ് എന്ത്? അൻബിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാകുന്നു ആര്? സഹാബി. അതുപോലെ പിന്നെ അവരുടെ ഗുണവിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണത്? അതിൽപ്പെട്ട ഒരു ഗുണവിശേഷം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠ സഹാബികൾ. അവർ ആരാണ്? സത്യസന്ധരും അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരുമാണ്. അവരെ സ്നേഹിക്കൽ ആദരിക്കൽ നമുക്ക് നിർബന്ധമാണ്. പിന്നെ ഇത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ എത്ര സഹാബികൾ ഉണ്ടായിരുന്നു? 1,00,000 പരം. സഹാബികൾ. ഈ 1,00,000 പരം സഹാബികളിലെ ഈ സ്വർഗ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളുടെ എണ്ണം അവരെ 10. ഈ പിന്നെ ഈ 10 സ്വഹാബികളുണ്ടല്ലോ, അതായത് ഈ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടെ, അതിൽ തന്നെ ഈ സ്വഹാബികളിൽ മൊത്തത്തിൽ എല്ലാ സ്വഹാബികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരാണ്? ആരൊക്കെയാണ് പറയൂ? ഓക്കെ, അതാണ്. പിന്നെ നമ്മൾ അവസാനമായിട്ട് ശ്രദ്ധിക്കുക, സ്വർഗം കണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ ഇവരാകുന്നു പറഞ്ഞിട്ട് 10 ആളുകളെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? ഇതില് ചോദ്യം വരാനുള്ള സാധ്യത എങ്ങനെ വെച്ചാല്, ചിലപ്പോൾ വേറെ ഏതെങ്കിലും സഹാബികളെ പേര് നിട്ട് അതിൽ നിന്നും ഈ 10 പേരുടെ കുറച്ച് ആൾക്കാരുടെ പേര് കൊടുക്കും, വേറെ ഇതിൽ പെടാത്ത ചില സഹാബികളുടെ പേരും കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേർതിരിച്ച് എഴുതാണ്ടാവും. അപ്പൊ നിങ്ങളിത് പഠിച്ചു വെക്കൽ നിർബന്ധം തന്നെയാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് ഉപ്പാരെ പേര് ചേർത്ത് കൊടുക്കാൻ. ഇപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഉപ്പയുടെ പേരെന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പയുടെ പേരെന്താ? ഓക്കെ. ഉമർ റളിയല്ലാഹുവിന്റെ ഉപ്പയുടെ പേര്, ഉമർ റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ പേരെന്താ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഉപ്പ അഫ്ഫാൻ. അപ്പൊ ഒരു ഐഡിയ മനസ്സിലായോ? ഉപ്പയുടെ പേര് മനസ്സിലാക്കാനുള്ള പോയിന്റ് എന്താണ്? ഇവിടെ ഇബിന് ഉണ്ടല്ലോ എല്ലായിടത്തും, ഇബിന് കണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ ഈ അബൂബക്കർ, ഉദാഹരണം പറയാണ്, അബൂബക്കർ ഇബിനിന്റെ മുമ്പുള്ളത് ആ സ്വഹാബിയുടെ പേരും ഇബിനിന്റെ ശേഷമുള്ളത് അവരുടെ ഉപ്പയുടെ പേരുമായിരിക്കും കേട്ടോ. ഉദാഹരണം പറഞ്ഞാല് അബൂബക്കർ ആരാണ്? ഇബിനു മകനാണ് ആരുടെ? അബി ഖുഹാഫ, അബുൽ ഖുഹാഫ എന്നിവരുടെ മകനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുപോലെ ഉമർ ബിനു ഖത്താബ് എന്നിവരുടെ മകനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നവരുടെ മകനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഓക്കെ. അബൂ ത്വാലിബ് എന്നവരുടെ മകനായ അലി റളിയല്ലാഹു അൻഹു. കണ്ടോ? ഇങ്ങനെ ഇബിന് എന്നുള്ളതിന്റെ മുമ്പുള്ളതൊക്കെ ആദ്യം വരുന്നതൊക്കെ ഇവരുടെ പേരാണ്. അതായത് ഇബിനിന് മുമ്പുള്ളത്. ഇബിനി എന്നതിന് ശേഷമുള്ളതൊക്കെ ഇവരുടെ ഉപ്പയുടെ പേരാട്ടോ. അപ്പൊ ഇങ്ങനെ ഉപ്പയുടെ പേര് ചോദിക്കാറുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ 10 ആളുകളെ പേര് പഠിക്കാന് നിങ്ങൾ ബുർദാന്ന് കേട്ടിട്ടില്ലേ? നമ്മളെ ബുർദ മജ്ലിസുകളൊക്കെ ഉണ്ടാവാറില്ലേ? ബുർദ മജ്ലിസ് കേട്ടിട്ടുണ്ടോ? ഓക്കെ. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി എന്ന് തുടങ്ങുന്ന ബൈത്ത് ഉണ്ടല്ലോ. അതേപോലെ അതിന്റെ അവസാനത്തെ കുറച്ച് ബൈത്തുകൾ, അവസാനത്തെ ചില വരികൾ, എന്ന് തുടങ്ങുന്ന ബുർദയുടെ അവസാനത്തെ ചില വരികളുണ്ട്. അതിലെ ഏറ്റവും അവസാനത്തെ 2 വരിയില് ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളുടെ പേരുണ്ട്. നിങ്ങൾക്ക് ആ പാട്ട് ആർക്കെങ്കിലും അറിയോ? ആ വരികള് കാണാതെ അറിയില്ലല്ലേ? അപ്പൊ അത് കാണാതെ പഠിക്കാണെങ്കിൽ എന്താ അറിയോ? കാണാതെ പഠിക്കാൻ ഗ്രൂപ്പിലേക്ക് വേണം അയച്ചു തന്നെ കേട്ടോ. അത് വരി കാണാൻ പഠിച്ചാല് എന്ത് ചെയ്യാ, ഈ പേരുകളൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഇതിൽ പേരുകൾ മാറും കേട്ടോ. ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെ തുടക്കം എങ്ങനെയാണ്?
وعن علي وعن عثمان ذي الكرم. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നമ്മളെ ഇതിലൊരു നിങ്ങളെ മൊബൈലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ചിലപ്പോൾ, ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കാണുന്നുണ്ടോ, അൽ ഔറാദ് വൽ മനാഖിബ് പറഞ്ഞിട്ട്. ഇതിൽ ഒരുപാട് മൗലൂദും ബൈത്തൊക്കെ ഉണ്ടാവും, കാണുന്നുണ്ടോ? കണ്ടോ, ഇതിങ്ങനെ അൽ ഔറാദ് വൽ മനാഖിബ്, ഇംഗ്ലീഷിൽ ഔറാദ് വൽ മനാഖിബ്. ഞങ്ങളുടെ ലിങ്ക് അയച്ചാൽ ഇത് എടുത്താല് ഒരുപാട് മൗലിദുകളും നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഖുർആനിൽ പ്രധാനമായിട്ട് പതിവാക്കേണ്ട സുഹൃത്താണ്. അപ്പൊ ഖുർആൻ എന്നുള്ളത് അടിച്ചാലേ ഉണ്ടാവും അൽ കഹ്ഫ്, അസ്സജ്ദ, യാസീൻ, അദ്ദുഹാൻ, അർ റഹ്മാൻ, അൽ വഖിയ, അൽ ഹശർ, അൽ മുൽക്ക് ആയത്തുകൾ. ആയത്ത് അടിച്ചാല് കണ്ടോ, ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന, ഇതൊക്കെ നിങ്ങൾ 4ാം ക്ലാസ് പഠിച്ചാണ് അല്ലേ? പിന്നെ ലഖദ് ജാഅക്കുന്നുള്ള ആയത്ത്, ആയത്ത് ഇബ്താലി സിഹർ ബാത്തിലാക്കുന്ന ആയത്ത്, ഇങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഇതിലുണ്ട് കേട്ടോ. അപ്പൊ അതിനോട് പറയാനല്ല, നമ്മളിപ്പോ ബുർദയുടെ ബൈത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ബൈത്ത് എന്ന് കണ്ടോ, ഇവിടെ കണ്ടോ നിങ്ങൾ ബൈത്ത് എന്ന് കണ്ടോ മക്കളെ? കണ്ടോ ബൈത്ത് കണ്ടോ? ഇതാണ് ബൈത്ത് കണ്ടോ? ഇതെടുത്താൽ ഇതിൽ ഒരുപാട് മൗലിദിലെ ബൈത്തുകൾ ഉണ്ടാവും. ഇനിയിപ്പോ റാത്തീബ് നിർത്താൽ അവിടെ ഹദ്ദാദ് അങ്ങനത്തെ ഓരോ റാത്തീബുകൾ ഉണ്ടാവും. സ്വലാത്ത് നിർത്താൽ നബിത്തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ട്. ദിക്ർ നിർത്താൽ പതിവാക്കേണ്ട ദിക്റുകൾ ഉണ്ടാവും. മജ്ലിസ് നൂർ എന്നുള്ളത് ഇവിടെ ഉണ്ടോ, മജ്ലിസ് നൂർ അടിച്ചാൽ മജ്ലിസ് നൂർ കിട്ടും. ദുആ എന്നടിച്ചാൽ വിവിധ സമയത്തുള്ള ദുആകൾ ഇതിലുണ്ട്. അതർ എന്ന് പറഞ്ഞാല് മറ്റുള്ള കാര്യങ്ങൾ, ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ മൗലൂദ് കണ്ടോ, മൗലൂദ് കണ്ടോ? ഈ മൗലൂദൊക്കെ അടിച്ചാൽ എല്ലാ മൗലൂദുകളിൽ കിട്ടും. പിന്നെ മാലപ്പാട്ട് പറഞ്ഞിട്ട് മൊയ്തീമാല, മഹീദിമാല, അതുപോലെ നഫീസ്ത്ത് മാല, അങ്ങനത്തെ ഒരുപാട് മാലകൾ. പിന്നെ കൗണ്ടർ എന്നുള്ള സാധനം അടിച്ചാല്, കൗണ്ടർ എന്ന് അടിച്ചാൽ എന്താ വരിക, നമ്മളെ ഇതുണ്ടല്ലേ, നമ്മള് എണ്ണം പിടിക്കൂല, തസ്ബീഹ് ദിക്റൊക്കെ ചെല്ലുമ്പോ അതിന് പറ്റിയ സാധനമാണ്. അങ്ങനെ എണ്ണം അങ്ങനെ കൂടി വരണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഉപകാരമുള്ള സാധനം പരിചയപ്പെടുത്തി എന്നുള്ളൂ, വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഈ ബൈത്തുബിൽ ഞാൻ ഉസ്താദ് വെക്കാൻ പോവാണ് കണ്ടോ. അപ്പൊ അതിൽ സ്വല്ലലില്ലാഹു ബൈത്തൊക്കെ നബിത്തങ്ങളുടെ പേരുള്ള ബൈത്തുകളാണ്. അതിൽ പെട്ട ബുർദ ബൈത്ത് എന്നുണ്ട്, സലാം ബൈത്ത് എന്നുണ്ട്. ഈ ബുർദ ബൈത്തിലാണ് നമ്മൾ ഈ പറഞ്ഞതുള്ളത് കണ്ടോ. ആമിൻ തദക്കുരിജി റാനിം ബിദി സലമി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടുണ്ട് ഈ ബൈത്ത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള എന്താണ്, ഇതിന്റെ അവസാന ഭാഗം അത് പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്താ ബൈത്തില് യാ അക്രമ ബൈത്ത് കണ്ടോ, യാ അക്രമ ബൈത്ത്. അതിങ്ങനെ അടിച്ചാൽ കാണാം, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി കണ്ടോ. അതങ്ങനെ ഇവിടെ അവസാനത്തിലുണ്ടാവും കേട്ടോ. കണ്ടോ ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞോ. ഇതിൽ നമ്മൾ ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുടെയും പേര് ഇതിൽ കാണാം കണ്ടോ. ഇവിടെയാണ് ഭാഗം കേട്ടോ. عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. അപ്പൊ നിങ്ങൾ എല്ലാവരും ചൊല്ലിയൊക്കെ ഈ 4 പേരും ചൊല്ലിയൊക്കെ സ്റ്റാർട്ട്. ഓക്കെ, ഈ ശ്രദ്ധിക്കണം മക്കളെ. ഓക്കെ, ശ്രദ്ധിക്കണം എന്താ അറിയാം, ഞാനത് പറഞ്ഞു അത് ഫുള്ള് പേര് കൊടുക്കും. അതുപോലെ പേരിന്റെ തുടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കാൻ ഉസ്താദ് പറഞ്ഞുതരാം. സുമ്മരി എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവട്ടെ കേട്ടോ. കേൾക്കുന്നില്ലേ? മൈക്ക് നിങ്ങൾ മ്യൂട്ട് ആക്കണം കേട്ടോ, ആവശ്യമില്ലാത്ത ആളുകൾ അപ്പോഴേ കേൾക്കുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് അൻ അബീ ബക്കർ, ഒന്നാമത്തെ ആളെ പേരെന്താണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു. വഅൻ ഉമരി, രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ്. അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ പേരെന്ത് കൊടുക്കൂല കേട്ടോ, ആ പേര് മാത്രമേ കിട്ടുള്ളൂ. എന്നാലും നമുക്ക് വേഗം മനസ്സിലാക്കാം. അബീബക്കർ 1, രണ്ടാമത്തത് ഉമർ, മൂന്നാമത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നാലാമത്തത് വഅൻ ഉസ്മാന, അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എത്ര ആൾക്കാരെ, 4 ഖുലഫാ റാഷിദീൻ, 4 ആളുകളായില്ലേ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നാണ് വേണ്ടത്, പക്ഷേ ബൈത്തിന് വേണ്ടി അലി, ഉസ്മാൻ. ഓക്കെ, പിന്നെ ഇതിൽ കറമി അത് പേരല്ല കേട്ടോ. ഇനി നമ്മൾ സഅദ് മുതൽ സഅദിൻ, അതായത് സഅദ് ബിൻ അബി വക്കാസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സഈദ് എന്ന് പറഞ്ഞാല് സഈദ് ബിൻ സയ്യിദ്, ആറാമത്തെ, നിങ്ങളെ പുസ്തകത്തിൽ 6ാമത്തെ ആളെ പേര് സഈദ് എന്ന് കൊടുക്കുള്ളൂ. സഅദുണ്ട്, സഈദുണ്ട്. സഅദ് പറഞ്ഞാല് സഅദ് ബിൻ അബി വക്കാസ്, അത് നിങ്ങളെ പേര്, ഇപ്പാന്റെ പേര് കൂട്ടി നമ്മൾ പഠിക്കുക.
പിന്നെ അപ്പൊ 6 ആയി. പിന്നെയോ സഈദ്. ഓക്കെ, അല്ല സയ്യിദ് പറഞ്ഞാൽ 5 അല്ലേ? 5-മത്തെ. സയ്യിദ് പറഞ്ഞാൽ 6. സയ്യിദ് ആണ് ഉദ്ദേശിക്കുന്നത് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കേട്ടോ. പിന്നെ സുബൈർ എന്നാണ് ഉദ്ദേശിക്കുന്നത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ എത്രയായി? 5, 6, 7 ആയി. പിന്നെ ത്വലഹത്ത് ഉദ്ദേശിക്കുന്ന ആരാണ്? ത്വലഹത്ത് ബിൻ ഉബൈദില്ല. അപ്പൊ 8 ആയി. പിന്നെ അബി പ്ലസ് ഉബൈദ, അതായത് അബി ഉബൈദ എന്നാട്ടോ. അബു ഉബൈദ എന്നുള്ളത് അബു ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ എത്രയായി? 9 ആയി. അവസാനത്തത് ഇബ്നു ഔഫ്. ഇബ്നു ഔഫ് പറഞ്ഞാല് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആണ് കേട്ടോ. അവിടെ അബ്ദുറഹ്മാൻ എന്ന് പേര് കൊടുത്തിട്ടില്ല, ഔഫിന്റെ മകൻ എന്ന ആ വാകെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിതാവിന്റെ പേര് ചേർത്തിട്ട് അവിടെ കൊടുത്തിട്ടുള്ളൂ, അവസാനത്തെ പേര് മാത്രം. ബാക്കിയൊക്കെ പേരിന്റെ തുടക്കാണ്. അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയ ബൈത്ത് പഠിച്ചാൽ എന്ത് ചെയ്യും? ഈ ആ 10 ആളുകളുടെ പേര് കിട്ടും. ഒന്നുകൂടി പറയാം: അബൂബക്കർ, ഉമർ, അലി, ഉസ്മാൻ, പിന്നെ സഅദ്, സഈദ്, സുബൈർ, ത്വൽഹ, അബൂബൈദ, ഇബ്നു ഔഫ്. ഇബ്നു ഔഫ് പറഞ്ഞാല് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 10 ആളുകളുടെ പേരും ഈ ഒരു 4 വരിയില് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തന്റെ ബുർദ ഷരീഫിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, ഉപകാരപ്പെടുത്താം. എങ്ങനെയാ കാണുന്നില്ല? മനസ്സിലായില്ല? എങ്ങനെ മക്കളെ? പേര് അതിന്റെ ലിങ്ക് അയച്ചുതരാ. ആപ്ലിക്കേഷന്റെ ലിങ്ക് അയച്ചുതരട്ടോ. അതിൽ ഒരുപാട് മൗലൂദും പിന്നെ ഖുർആൻ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ അയച്ചുതരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ വിഷയത്തിൽ കയറി. പിന്നെ അപ്പൊ നമ്മൾ ഈ 10 പേരുകൾ ഇനി പഠിക്കണം കേട്ടോ, അത്രയും പറഞ്ഞോളൂ. പിന്നെ അവസാനമായിട്ട് ഈ പാഠത്തിലുള്ള ചോദ്യം ശ്രദ്ധിക്കുക. നക്ഷത്ര തുല്യരാണ് ആര് എന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ്? ആരാണ്? സഹാബികൾ. അവൻ നബിത്തങ്ങൾ പറഞ്ഞ വാക്കാണ് അല്ലെ? ഈ അവസാനത്തെ ഹദീസ് മനസ്സിലാക്കട്ടോ. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഈ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലെ? അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ 5 പാഠം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6-മത്തെ പാഠത്തിലേക്ക് കടക്കുമ്പോൾ കേട്ടോ. 6-മത്തെ പാഠം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമാണ്. നിങ്ങളെ അഖീദയിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠം കൂടിയാണ് കേട്ടോ. നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണല്ലോ, അഹ്ലു സുന്നത്തുൽ ജമാഅ. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തുൽ ജമാഅ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പാഠഭാഗമാണ് 6-ാം പാഠം. ഓക്കെ, ഈ പാഠത്തിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചെല്ലാരും. ഇതിലൊരു ചോദ്യം കേൾക്കട്ടെ ഞാൻ. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഓക്കെ, ഒരുപാട് ചോദ്യപേപ്പറുള്ള ചോദ്യമാണ് അല്ലെ? ഓക്കെ, ഇസ്ലാം മതം മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം. ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ട്, പലരും പല രൂപത്തിൽ, ചില വ്യക്തികൾ ഉണ്ടാക്കിയതുണ്ട്, പല കഥകളിലൂടെയുള്ള മതങ്ങളുണ്ട്, മതം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹു, ഒരു ശക്തി ഇവിടെ ഉണ്ട്, എല്ലാവർക്കും അറിയാം അല്ലെ? ആ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏത് മാത്രമാണ്? അത് അള്ളാഹു തന്നെ നിശ്ചയിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങൾ തന്നെ ഒരേ ചിന്താഗതിക്കാരാണോ? വ്യത്യസ്ത രൂപത്തിലുള്ള ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഒരുപാട് ആളുകൾ അല്ലെ, വിവിധ പല കക്ഷികളും ലോകത്ത് പ്രവർത്തിക്കുന്നു. അതിൽ തന്നെ പല ആളുകളും ഇസ്ലാമിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷെ മുസ്ലിം പേരിലാണ് എന്ത് ചെയ്യുക? അവരെ പല ആളുകളും ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കുറിച്ച് തീവ്രവാദികൾ എന്നൊക്കെ പറയും അല്ലെ? പക്ഷെ അത് യഥാർത്ഥ മുസ്ലിമീങ്ങളാവോ? യഥാർത്ഥ ഇസ്ലാമില് ഒരിക്കലും അക്രമമല്ല ഇസ്ലാമിന്റെ നയം എന്നൊക്കെ നമ്മൾ 1-ാം പാഠത്തിൽ പഠിച്ചിരുന്നു അല്ലെ? ഓക്കെ, അതാണ്. നിരപരാധികളെ കൊന്നൊടുക്കുന്നു, ചാവേർ സ്ഫോടനങ്ങൾ നടത്തുന്നു, ചില തീവ്രവാദികൾ പോലും ഇസ്ലാമിന്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. അതാ പോയിന്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. നമ്മുടെ ചോദ്യപ്പുറം ചോദ്യമാണെന്ത്? ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം ഏത്? പറയൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് തുടക്കത്തിൽ പറഞ്ഞ ചോദ്യം എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ് അല്ലെ? ഈ ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ അല്ലെ, ഒരുപാട് ആളുകള് അല്ലെങ്കിൽ ഒരുപാട് സംഘങ്ങള്, വിഭാഗങ്ങളൊക്കെ ആയിട്ട് ലോകത്തിന് നാനാഭാഗത്തുണ്ട് അല്ലെ? പക്ഷെ അതിൽ യഥാർത്ഥത്തിൽ ലോകത്തുള്ള
എല്ലാ മുസ്ലിമീങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാവരും ഒരേ പോലല്ല. നമ്മളെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗമാണ് അതിൽ യഥാർത്ഥ മാർഗം കേട്ടോ. ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് മാർഗങ്ങൾ പലരും കാണിച്ചു തരും. പക്ഷെ ലോകത്തുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 മദ്ഹബിൽ അല്ലെ, കർമ്മശാസ്ത്രപരമായിട്ട് നാലാൽ ഒരു മദ്ഹബും വിശ്വാസപരമായിട്ട് 2-ൽ 1 മദ്ഹബും സ്വീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയാ, അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങൾ അതനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അത് മാത്രമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം. അപ്പൊ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താ പറയേണ്ടത്? പിന്നെ ഈ പാഠത്തിൽ ഈ അഹ്ലു സുന്നത്തുൽ ജമാഅ മാത്രമാണ് യഥാർത്ഥ മാർഗം. ഇപ്പൊ ഷിയാക്കളുണ്ട്, സുന്നികൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അതുപോലെ മുബത്തദീങ്ങൾ അല്ലെ, പുത്തൻ പ്രസ്ഥാനക്കാർ ഒരുപാടുണ്ട്, മുജാഹിദ്, തബ്ലീഗ്, അങ്ങനെ തുടങ്ങിയ ഖവാരിജുകള്, നിങ്ങൾ കേൾക്കാത്ത ഒരേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ, മുർജിഅത്ത്, ഖദരിയാക്കള്, ഇങ്ങനെ ഒരുപാട് വിഭാഗം ഇസ്ലാമിന്റെ പേരിലുണ്ട്. പക്ഷെ ഇതൊന്നും യഥാർത്ഥ ഇസ്ലാമിന്റെ മാർഗങ്ങളല്ല. അല്ലെങ്കിൽ ചില ആളുകൾക്ക് മുബത്തദീങ്ങളെ കൂട്ടത്തിൽ തന്നെ എന്താണ് പറയാ, കുറെ കാര്യങ്ങള് അവരിൽ പേച്ച ആളുകളുണ്ടാവും. അതായത് കുറെ കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും യഥാർത്ഥ വിശ്വാസമില്ല, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ പേച്ച ആളുകൾ കുറെയൊക്കെ അവർ ചെയ്യുന്നത് ശരിയായിക്കാരും, പക്ഷെ പല കാര്യങ്ങളിലും അവര് ശരീഅത്തിനോട് എതിരായിട്ട് അല്ലെങ്കിൽ പുതിയ വാദങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇസ്ലാമിൽ കുറെ പരിഷ്കരണങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അല്ലെ. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ഇസ്ലാമിൽ ജീവിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ കുറെ നിയമങ്ങൾ മാറ്റണം, അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് ഈ ലോകത്ത്. പക്ഷെ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് ഖിയാമത്ത് നാളിൽ മാറ്റാൻ പറ്റുമോ? നിങ്ങൾ പറയൂ, മാറ്റാൻ പറ്റുമോ? ഖുർആന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മൗഇദത്താണ് മുത്തനബിയുടെ അല്ലെ, ഏറ്റവും വലിയ മൗഇദത്താണ്. അതിലെന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ എത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് അള്ളാഹുവിന്റെ ശരീഅത്താണ്, അള്ളാഹു മുത്തനബിയിലൂടെ നമുക്ക് തന്ന നിയമങ്ങളാണ്. അതിൽ ഒരു കുറവുണ്ടാവില്ല. കാരണം അത് ആരാ, മനുഷ്യനുണ്ടാക്കിയതാണോ? അല്ല, അത് ദൈവികമായിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ അവിടുത്തെ ദൃഷ്ടാന്തങ്ങളാണ്, ആയത്തുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം ദീനിലൊന്നും ഒരിക്കലും, അതുകൊണ്ടാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അവരെന്ത് എല്ലാ കാര്യങ്ങളും എന്തായിട്ടുണ്ട്, ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അവരെല്ലാം പരിശോധിച്ച് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ഗ്രന്ഥങ്ങളിൽ അവർ ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ആ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ അത് ഖുർആനും സുന്നത്തൊക്കെ നോക്കി അവർ കണ്ടുപിടിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് പ്രശ്നത്തിനും അത് എന്ത് ചെയ്യാം, ആ നിയമം വെച്ച് നോക്കിയാൽ ഖിയാസിലൂടെയോ ഇജ്മാ, ഇങ്ങനെ ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഈ 4 പ്രമാണങ്ങളുള്ളത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മളൊക്കെ സുന്നികള് എന്നറിയപ്പെടുന്നവരൊക്കെ എന്താണ്, അഹ്ലു സുന്നത്തുൽ ജമാഅന്റെ ആളുകളാണ്. അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ മാർഗം. അങ്ങനത്തെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ ഭീകരവാദികളെന്നോ എന്തെങ്കിലും രീതിയിൽ മറ്റുള്ള കഴിയും. യഥാർത്ഥ മാർഗം എന്ത് മാത്രമാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅ ആണ്. എന്താണെന്ന് എങ്ങനെ വിശദീകരിക്കാനാണ് ജമാഅ മാത്രമാണ് ശരി എന്ന് പറയാനുള്ള കാരണം അതാണ് ഇനി പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ പറയുന്ന ഒരു വേറെ പോയിന്റ് ആണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഏവ? പറയൂ. ഖുർആന്, സുന്നത്ത്, യെസ്, ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ഓക്കെ, അത് നോട്ട് ചെയ്യാൻ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പല ചോദ്യപ്പേപ്പറിലും വന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനാണ്, സുന്നത്താണ്, ഇജ്മാ ആണ്, ഖിയാസ് ആണ്. യെസ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഇപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് നമ്മളെ ഖുർആൻ എന്താണ്, സുന്നത്ത് എന്താണ്, ഇജ്മാ എന്താണ്, ഖിയാസ് എന്താണ്, ഇതിൽ നിന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഇനി പറയാൻ പോണത്. അപ്പൊ ഖുർആൻ എന്നാൽ എന്താ, എല്ലാവർക്കും അറിയാം എന്താണ് ഖുർആൻ എന്താണ്? ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താ പറയാ, ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്. യെസ്, അത് ഒറ്റ കുറഞ്ഞ വാക്കുകളല്ലേ, അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ, കഴിഞ്ഞ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പറയാനുള്ളത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞ പറയൂ. ചോദ്യം വന്നിട്ട് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്താണ് ഓക്കെ, അത് പേപ്പറിലൊക്കെ ചോദ്യം വന്ന ചോദ്യം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്
പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത്. ഇതൊക്കെ നിങ്ങൾ ഉസ്താദന്മാർക്ക് വിശദീകരിച്ചിട്ടുണ്ടാവും അല്ലേ? വാക്ക് തന്നെ, പ്രവർത്തിയാണ് നബിത്തങ്ങൾ ചെയ്ത കാര്യങ്ങള്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നബിത്തങ്ങൾ അവിടെ ഉദ്ദേശിച്ച കാര്യങ്ങള്. ഓരോ സന്ദർഭത്തിൽ അവിടെ ഉദ്ദേശിച്ച് ഇങ്ങനെയാണ് പറയില്ല, സാഹിബികൾ തന്നെ പറയും നബിത്തങ്ങൾ ഉദ്ദേശിച്ചാൽ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ആ ഉദ്ദേശങ്ങളും സുന്നത്ത് തന്നെയാണ്. അതുപോലെ ചില സന്ദർഭങ്ങളിൽ നബിത്തങ്ങളോ ഒരു കാര്യം ചെയ്യണ സാഹിബികൾ ചെയ്യണ പ്രവർത്തികൾ ചെയ്യണത് കാണുമ്പോൾ ചിലപ്പോൾ മിണ്ടാതിരിക്കും. അത് ഹറാമാണെങ്കിൽ ചെയ്യരുതെന്ന് അവരോട് പറയും. സുന്നത്താണെങ്കിലും അത് സുന്നത്താന്നൊക്കെ പറയും, ഹലാലാന്നൊക്കെ പറയും. ചില സന്ദർഭത്തിൽ ഒന്നും മുണ്ടൂല. അപ്പൊ അതും തന്നെ ഒരു മൗനാനുവാദം എന്ന് പറയാം കേട്ടോ. നമ്മള് മൗനം അനുവാദം എന്നറിയില്ലേ, മിണ്ടാതിരിക്കുക അങ്ങനെയും. അപ്പൊ നബിത്തങ്ങളുടെ മൗനാനുവാദവും തന്നെയാണ് സുന്നത്ത് തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ്. ഒന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ മൂന്നാമത്തെ പ്രമാണം എന്താണ്? ഇജ്മാ ആയിരുന്നു അല്ലെ? ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ് പറയൂ? ഒരു കാലഘട്ടത്തിലെ ഒരു കാലഘട്ടത്തിലെ പറയൂ. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. അപ്പൊ മുജ്തഹിദുകൾ പറഞ്ഞാല് ഈ ഖുർആനും സുന്നത്തും ഇതൊക്കെ വെച്ചിട്ട് തെളിയിപ്പ അറബി ഭാഷയും ഫിഖഹിന്റെ നിയമങ്ങളും അതിന്റെ അടിസ്ഥാന കുറെ കാര്യം, ഉസൂൽ ഫിഖ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിലൊക്കെ നല്ല അവഗാഹം നേടിയ പണ്ഡിതന്മാർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ അതിൽപ്പെട്ടവരാണ്. അപ്പൊ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്താൻ കഴിവുള്ള പണ്ഡിതന്മാർ. അങ്ങനത്തെ പണ്ഡിതന്മാരുടെ ഒരു വിഷയം, ഒരു നബിത്തങ്ങളുടെ കാലത്തില്ലാത്തൊരു വിഷയം വന്നു. അപ്പൊ ഉദാഹരണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ കൊറോണ സമയത്ത് എങ്ങനെ ജുമയ്ക്ക് എത്ര ആൾക്കാർ പങ്കെടുക്കണം, അല്ലെങ്കിൽ ഇത്ര ആള് എങ്ങനെ നിസ്കരിക്കുമ്പോൾ സ്വഫ് കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ അകലത്തിൽ നിൽക്കണം, അങ്ങനെയൊക്കെ ഓരോ വിഷയം വന്നിരുന്നില്ലേ? അപ്പൊ അങ്ങനെ നിസ്കാരം ശരിയാവുമോ? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിഷയം വരിക. ഉദാഹരണം പറയണേ, അങ്ങനെ ഒരു എന്തെങ്കിലും പ്രത്യേകമായ ഒരു ഇഷ്യൂ വന്നാല് അവിടെ എന്ത് ചെയ്യും? ഈ പണ്ഡിതന്മാരെല്ലാരും കൂടിയിട്ട് ചർച്ച ചെയ്യും. അപ്പൊ അവിടെ ആ ഗ്രന്ഥത്തിലെ ഇമാമിയങ്ങൾ അഭിപ്രായം, ഇന്ന സ്ഥലത്തുള്ള ഇമാമിയങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്ത്. അപ്പൊ അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ ഇവരിങ്ങനെ നോക്കിയിട്ട് ഖുറാനിലെ ആയത്തുകൾ നോക്കും, സുന്നത്തുകളുടെ നബിത്തങ്ങളുടെ ഹദീസുകൾ നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് അവർ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും കൂടി എത്തിച്ചേരും. ഇതിനാണ് ഏകാഭിപ്രായം എന്ന് പറഞ്ഞ കേട്ടോ. ഉദാഹരണം പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനാണ് എന്തെന്ന് പറയാ? ഇജ്മാ എന്ന് പറയാം കേട്ടോ. ഇജ്മാ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ അവസാനത്തെ പ്രമാണം പറഞ്ഞത് ഖിയാസ് ആയിരുന്നു അല്ലെ? ഖിയാസി എന്ന് പറഞ്ഞ എന്താണ് പറയൂ? ഫസ്റ്റ് ഇതിൽ വന്നിട്ടില്ല, അപ്പൊ വരാത്തതായതുകൊണ്ട് ഇപ്പൊ വരാനും സാധ്യതയുണ്ട്. പറയൂ എന്താണ്? ഒരു കാര്യത്തിന്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്തതുപോലെ ബാധകമാക്കലാണ് ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആയിരിക്കും ഞാൻ കൂടുതൽ വിശദീകരിക്കണല്ലോ അല്ലെ? അതായത് വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിന്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ്. അപ്പൊ നമ്മളൊരു ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവും. ഉദാഹരണം പറയാം. കള്ള് അല്ലെ, മദ്യം, അതിന് അറബിയിൽ ഹംറ് എന്ന് പറയാം അല്ലെ? ഇന്നമൽ ഹംറു വൽ മൈസിർ എന്ന് പറഞ്ഞൊരു ആയത്തന്നെ അല്ലെ? കള്ള്, ചൂതാട്ടം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? അത് ഹറാമാണ് എന്ന് ഖുർആനിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ പണ്ഡിതന്മാര് പഠിച്ചു എന്തുകൊണ്ടാണ് കള്ള് ഹറാമായത്. അത് വേറെ ഹദീസിൽ തന്നെ ഉണ്ട്. കൊല്ലു മുസ്കരിൻ ഹറാം, എല്ലാ മസ്താക്കുന്ന വസ്തുക്കൾ എന്താണ്? ഹറാമാണ്. അപ്പൊ കള്ളെന്താണ് ഹറാമാണ്? കാരണം അത് മസ്താക്കുന്ന സാധനമാണ് അല്ലെ? മനുഷ്യന്റെ ബോധം ഇല്ലാതാക്കുന്ന ആളാണ്, ഇല്ലാതാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് കോട്ടം വരുത്തുന്ന സാധനങ്ങളായ മദ്യം ഹറാമാണ്. കാരണം എന്താണ്? അന്നത്തെ കാലത്ത് മദ്യമായിരുന്നു. ഇന്നിപ്പോ നമുക്കറിയാം എന്താണ്? മദ്യം മാത്രല്ല, ഇന്നിപ്പോ മയക്കുമരുന്നുകളും അതുപോലെ സാധനങ്ങളില്ലേ? അപ്പൊ അതൊക്കെ ഹറാമാന്ന് നമുക്ക് പറയാൻ കഴിയും ഇന്നത്തെ കാലത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയും? അതിനാണ് നമുക്ക് ഖിയാസ് വരാം. എന്താ കാരണം? ഇപ്പൊ MDM എന്ന സാധനം ഇപ്പൊ പുതിയ വന്നൊരു ഉദാഹരണം പറയാം. അത് നമ്മളെ മയക്കുമരുന്നിലൊരു സാധനമാണ് അല്ലെ? എന്നതുപോലെ കഞ്ചാവ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതിയ പുതിയ സാധനങ്ങളാണ്. അതൊന്നും ചിലപ്പോ ആ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ ഇതൊക്കെ ഹറാമാ നമുക്ക് അങ്ങനെ കിട്ടിയത്. അതാണ് പറയണത്. ഈ കള്ളിനെ അതെ, കള്ളിൽ എന്തുണ്ട്? അത് കള്ള് ഹറാമാന്ന് വ്യക്തമായ ഒരു മതവിധി ഉണ്ട്. അപ്പൊ അത് ഹറാമാനുള്ള കാരണം എന്താണ്? എങ്ങനാ? കള്ളുണ്ട് മക്കളെ, അതല്ല പറഞ്ഞേ. കള്ള് മദ്യമുണ്ട്.
പക്ഷെ അന്നില്ലാത്ത സാധനമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നബിന്റെ കാലത്ത് കള്ളുണ്ടോ? ഉണ്ട്. നിബിധങ്ങളുടെ ജനന സമയത്തൊക്കെ എന്താണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് അവരുടെ മുന്തിരിച്ചാറിൽ നിന്നാണ് അവർ മദ്യം ഉണ്ടാക്കിയിരുന്നത്. അറിയില്ല, ഇന്നത്തെ പോലെ ആവണമെന്നില്ല. അന്നത്തെ കാലത്തുള്ള മദ്യം എന്ന് പറഞ്ഞാൽ മുന്തിരിച്ചാറിലൂടെയൊക്കെയാണ് അവർ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ അതുണ്ടായിട്ടുണ്ട്. ആ സംഗതി ഹറാമാന്ന് വ്യക്തമായിട്ട് ഹദീസിലും ഖുറാനിലും ആയത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ പല സാധനങ്ങളും അന്നില്ലല്ലോ. അപ്പൊ ഇന്നത്തെ സാധനങ്ങളൊക്കെ ഹറാമാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? ഈ കള്ള് ഹറാമാന്ന് വ്യക്തമായിട്ടുണ്ട് ഉണ്ട്, ഹദീസിലും ഖുറാനിലൊക്കെ ഉണ്ട്. അപ്പൊ അതെന്താ ഹറാമുള്ള കാരണം? അത് ബുദ്ധിയെ മസ്താക്കുന്നതാണ്, മനുഷ്യന്റെ ബുദ്ധിയെ ഇല്ലാതാക്കി കളയുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലത്തെ സാധനങ്ങൾ ഇന്ന് പല ഐറ്റംസും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഹറാമ് തന്നെയാണ്. എന്താ കാരണം? അതേ കള്ള് ഹറാമുള്ള കാരണം എന്താണോ ആ കാരണങ്ങൾ ഇതിലും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഖിയാസിന് ഉദാഹരണം പറയുന്നുള്ളൂ. അതാണ് എന്ത് പറഞ്ഞത്? വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിന്റെ വിധി. അതിന് ഉദാഹരണം പറഞ്ഞാൽ കള്ള് ഹറാമാണെന്നുള്ള വിധി. വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ഉദാഹരണം പറഞ്ഞാൽ MDMA അല്ലെങ്കിൽ കഞ്ചാവ്. അതിന് വ്യക്തമായിട്ട് അങ്ങനെ കഞ്ചാവ് ഹറാമാന്ന് ഖുറാനിലോ ഹദീസിലോ കാണൂല, ആ വാക്ക് കാണൂല. കാരണം ഒരുപക്ഷെ അന്ന് അങ്ങനത്തെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ മയക്കുമരുന്ന് അങ്ങനത്തെ സാധനങ്ങളൊന്നും പേരൊന്നും ചിലപ്പോൾ അന്ന് ഉണ്ടാവില്ല. പക്ഷെ അതിനൊക്കെ ഈ കള്ളിന്റെ വിധി എന്ത് ചെയ്യുക? ബാധകമാക്കുക. കാരണം എന്താ? കള്ള് ഹറാമാവാനുള്ള കാരണം അത് ബുദ്ധിയെ മസ്താക്കുന്ന സാധനമാണ്. അതേപോലെ തന്നെയാണ് ഈ മറ്റുള്ള വിഷയങ്ങളൊക്കെ ബുദ്ധിയെ മസ്താക്കുന്ന സാധനങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് എന്ന് പറയാം. ഇതാണ് ഖിയാസ് എന്ന് പറയാം. വചനങ്ങൾ മനസ്സിലാക്കി കേട്ടോ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയാണ്. അതിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. ഖിയാസിനെ കുറിച്ചും ചോദിക്കാവുന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിന്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിനെ ബാധകമാക്കലാണ് ഖിയാസ്. ഓക്കെ, അതാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടൊരു ഭാഗം കേട്ടോ. പിന്നെ സച്ചരിതരായ സ്വഹാബത്ത്, അതായത് നിബിത്തങ്ങളുടെ അനുയായികളായ സ്വഹാബികൾ എന്ത് ചെയ്തു എന്നറിയോ? ഖുർആന്, അതിന്റെ വ്യാഖ്യാനമായ സുന്നത്ത് എന്നിവയിൽ നിന്ന് മതവിധികൾ കണ്ടെത്തി മതനിയമങ്ങളുടെ പൂർണ്ണതയ്ക്ക് ഇജ്മാവും ഖിയാസും അവർ ആധാരമാക്കി. കണ്ടോ? അവർ സ്വീകരിച്ച മാർഗത്തിലൂടെ മുജത്തഹിദുകളായ ഇമാമുകൾ മതനിയമങ്ങൾ ക്രോഡീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിനാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. അപ്പൊ മദ്ഹബുകൾ എന്ന് പറയുന്നത് എന്തിനും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയാണ്. എന്താണ് അവർ സ്വീകരിച്ച മാർഗത്തിലൂടെ ഇവിടുത്തെ എന്താക്കി കൊടുക്കുക? സ്വഹാബികൾ സ്വീകരിച്ച മാർഗത്തിലൂടെ മുജ്തഹിദുകളായ ഇമാമുകൾ മതനിയമങ്ങൾ ക്രോഡീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? മദ്ഹബുകൾ ട്ടോ. അപ്പൊ അത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. എങ്കിലും എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക, ചിലപ്പോൾ ചോദിക്കും. അപ്പൊ മനസ്സിലാക്കിയാൽ മതി ട്ടോ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്താണ് യഥാർത്ഥ മാർഗം എന്നാണ് പറഞ്ഞല്ലേ. അതിന്റെ തെളിവുകളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ മൊത്തത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് മുജാഹിദ്, ജമാഅത്ത് പോലത്തെ വിഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ എന്താണ് പറയണത്? ഖുർആനും സുന്നത്തും മാത്രം മതി, അവരത് മാത്രമേ പ്രമാണങ്ങളാക്കുള്ളൂ. ഇജ്മാ ഖിയാസ് ഒന്നും ചിലപ്പോൾ എന്താവില്ല, എന്താണ് പ്രമാണമായിട്ട് അവർ കൂട്ടാറില്ല. അപ്പൊ നമ്മൾ പറയണത് ഇജ്മാവും ഖിയാസും ഒക്കെ വേണം. എന്തുകൊണ്ട്? എല്ലാ നിയമങ്ങളും ഇപ്പൊ ഖുർആനും സുന്നത്തും കണ്ടെത്താൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്. എന്നാൽ ഇപ്പൊ 5 വക്ത നിസ്കാരം, അതുപോലെ 5 വക്ത നിസ്കാരങ്ങൾ ഏതൊക്കെയാണെന്നും, ഉദാഹരണം ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്, ഇങ്ങനെ ഏതെങ്കിലും നിസ്കാരങ്ങളെ പേര് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയോ? ഓരോ നിസ്കാരങ്ങൾ എത്ര റക്അത്താണ്? ളുഹർ 4 റക്അത്താണ്, അസ്ർ 4 റക്അത്താണ്, മഗ്രിബ് 3 റക്അത്താണ്, സുബ്ഹ് 2 റക്അത്താണ്. ഇങ്ങനൊക്കെ റക്അത്തിന്റെ എണ്ണം കാണാൻ കഴിയോ? അതുപോലെ റുക്കൂ, സുജൂദ്, ഈതിദാൽ ഇതൊന്നും നമുക്ക്, അല്ലെങ്കിൽ ഹജ്ജിന്റേതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഓരോ കർമ്മങ്ങളും ചിലപ്പോൾ എന്താവില്ല, ഖുർആനിൽ വ്യക്തമായിട്ട് വിശദമായിട്ട് കൊടുക്കൂല, അത് മൊത്തത്തിൽ പറയുള്ളൂ. ഉദാഹരണം പറഞ്ഞാല് അഖീമുസ്സലാത്ത ലിദിക്രി, അഖീമുസ്സലാത്ത ലിദിക്രി, നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണേ. അതുപോലെ നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമാണ്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, അല്ലെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, ഇങ്ങനെയൊക്കെ ആയത്തുകൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ വിശദമായ രൂപങ്ങൾ നമുക്ക് എവിടുന്നാ കിട്ടുക? ഖുർആൻ കഴിഞ്ഞ പിന്നെ ഏത് നോക്കണ്ടേ? ഖുർആനിൽ കാണില്ല, പിന്നെ എവിടെ നോക്കണം നമ്മള്? സുന്നത്ത്, അല്ലെ. സുന്നത്ത് പറഞ്ഞില്ലേ, നബി തങ്ങളുടെ, നമ്മൾ ഹദീസ് എന്ന് പറയും മൊത്തത്തില്, അല്ലെ. നബി തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം, അല്ലെ. അതുപോലെ ഇജ്മാ നോക്കേണ്ടി വരും. ചിലപ്പോ ഇനി ഹദീസിലും കാണില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മള്
ഇപ്പൊ കൊറോണ സമയത്ത് ഉണ്ടായ വിഷയങ്ങളൊക്കെ നോക്കുക അല്ലെ. അപ്പം മയ്യത്തിനെ അടുപ്പിക്കാൻ പാടില്ല, കുളിപ്പിക്കാൻ പാടില്ല, അങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ എനിക്ക് പറയുമ്പോൾ നമ്മൾ എന്താ കാട്ടോടാ. അപ്പൊ പണ്ഡിതന്മാര് അവർ ഇരുന്ന് ആലോചിക്കും, ഓരോ അഭിപ്രായങ്ങൾ നോക്കി ഖുർആനിലും ഹദീസിലൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ആ വിഷയത്തില്, അല്ലെങ്കിൽ സഹാബികളായ ആളുകൾ എന്തൊക്കെയാണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ നോക്കിയിട്ട് അവര് ഒരു നിയമം ഉണ്ടാക്കും. അതിനാണ് ഇജ്മാ എന്ന് പറയുക അല്ലേ. യെസ്. അതേപോലെ ഖിയാസ്. അപ്പൊ ഈ 4 പ്രമാണങ്ങളും ഉണ്ടായാലേ നമുക്ക് എന്തുള്ളൂ ഇസ്ലാമിലെ നിയമങ്ങൾ പരിപൂർണമായിട്ട് ക്രോഡീകരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ക്രോഡീകരിച്ചാണ് ഈ മദ്ഹബുകളുടെ ഇമാമുകൾ അവര് അതിനാണ് നമ്മൾ മദ്ഹബുകൾ എന്ന് പറയുന്നത് അല്ലെ. മദ്ഹബിന്റെ ഇമാമികൾ ചെയ്ത ഈ പ്രവർത്തിക്കാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. യെസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇതിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള വിഷയമാണ് എന്ത്, ഈ 2 ഇത് താരീഖിനും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അല്ല ഇമത്തു സിത്തത്തു കൊണ്ട് പാഠം പഠിച്ചില്ലേ, അതിൽ പറഞ്ഞിട്ടുണ്ട് 4 മദ്ഹബുകൾ ഇമാമുകളെ പരിചയപ്പെടുത്തിയിരുന്നു. പിന്നെ വിശ്വാസപരമായിട്ട് 2 ഇമാമികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസപരമായ കാര്യങ്ങൾ ക്രോഡീകരിച്ച 2 ഇമാമികളുണ്ട്, അവരുടെ പേര് ചോദിക്കാറുണ്ട്. ഇതിലും ആ ചോദ്യം വന്നിട്ടുണ്ട്. നോക്കൂ, വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത് ആരൊക്കെ പറയൂ. ഒന്നാരാണ്? ഇമാം ഇമാം അബൂ മൻസൂറിനിൽ മാതുരീദി റഹിമഹുല്ലാഹ് അല്ലേ എന്നവരുമാണ്. ഓക്കെ. അപ്പൊ ആ ചോദ്യം ഈ പാഠത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം മനസ്സിലാക്കിയേക്കാം. ഈ പാഠത്തിൽ ഈ ഭാഗം എല്ലാം ചോദ്യം വന്ന ഭാഗമാണ് ഈ അടയാളപ്പെടുത്തിയത് കാണുന്നത് കേട്ടോ. അപ്പൊ ഈ ഭാഗം പരമാവധി പഠിക്കണം. കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചത് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, അലൈമത്തു സിത്ത എന്നൊരു പാഠം തന്നെ താരീഖിലുണ്ട്. അതെന്നാണ് ഇവിടെയും പറഞ്ഞു കേട്ടോ. ഇവിടെ ഷോർട്ടായിട്ട് പറഞ്ഞ അവിടെ ജനനം മരണവും അവരുടെ വയസ്സൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇതും ഈ ഇമാമുകളെ പേര് പഠിച്ചാൽ മതി. ഈ വിഷയത്തില് കർമ്മപരമായ വിധികൾ, അതായത് ഫിഖ്ഹ്, അത് ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുകൾ ആരൊക്കെ? ഒന്നാമത്തെ ആളെ പേര് പറയൂ. ഒന്നാമത്തെ ഇമാം ആരാ? ഇമാം ഇമാം ഷാഫി റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് എന്നിവരുമാണ് അല്ലേ. ഓക്കെ. ഇനി നമ്മള് ശ്രദ്ധിക്കാം. ഇനി ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം ഉണ്ട്. നമ്മൾ പറഞ്ഞു നേരത്തെ എന്ത്, ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം ഏതാണ്? മറക്കരുത്. ഏതാണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅ കേട്ടോ. എല്ലാവരും പറയണേ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇനി ശ്രദ്ധിക്കുക, ആരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ? ഓക്കെ. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാല് മക്കളെ ശ്രദ്ധിക്കുക, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ പറയാം? സത്യസന്ധമായ ഈ മതവിധികൾ അംഗീകരിക്കുന്നവരാണ്. ഓക്കെ. അപ്പൊ ഇത് ഷോർട്ടായിട്ടൊക്കെ ചോദിക്കാം. അതായത് അഹ്ലു സുന്നത്തി വൽ ജമാഅ ബ്രാക്കറ്റിൽ ഒരു സൈഡിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ കൊടുക്കും, ഇപ്പുറത്ത് എന്തും കൊടുക്കും? സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവർ എന്ന് കൊടുക്കും. അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാൻ കേട്ടോ. ഈ മതവിധി ആണ് ഏത് മതവിധി? അപ്പൊ നേരത്തെ പറഞ്ഞ, അതായത് വിശ്വാസപരമായ 2 വരികളില്ലേ, അതിലേതെങ്കിലും ഒന്നും, പിന്നെ കർമ്മപരമായിട്ട് കർമ്മശാസ്ത്രപരമായിട്ട് 4-ൽ ഒരു മതവിധി സ്വീകരിച്ച ആളുകളാണ് ചുരുക്കി പറഞ്ഞാൽ അഹ്ലു സുന്നത്തുൽ ജമാഅ. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തുൽ ജമാഅ. ഓക്കെ. പിന്നെ നമ്മൾ വേറെ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ മറ്റൊരു ചോദ്യമായിരുന്നു, ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം ഏതാണ്? അത് മനസ്സിലാക്കിയ കേട്ടോ, അഹ്ലു സുന്നത്തുൽ ജമാഅ. ഓക്കെ. പിന്നെ ബിദഈകൾ, മുബ്തദിഉകൾ അല്ലെങ്കിൽ ബിദഈകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ബിദഈകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പറയൂ. പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദഈകൾ. ശ്രദ്ധിക്കണേ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അവര് ഖുർആനും സുന്നത്തും മാത്രമേ നോക്കുള്ളൂ എന്ന് പറയാം അല്ലെ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മുജാഹിദ് ജമാഅത്ത് പോലത്തെ അതൊക്കെ വിദേഹത്തിന്റെ പ്രസ്ഥാനം. അവരുടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മുജാഹിദ് വിഭാഗം ഒരു ഉദാഹരണം പറയാണ്, അവര് തൗഹീദിന്റെ വിഷയത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് ഇപ്പൊ അല്ലെ. അവരെന്നെ തൗഹീദ് എന്നാൽ എന്താന്ന വിഷയത്തിൽ തന്നെ അവര് അഭിപ്രായ വ്യത്യാസത്തിലാണ്. അതെന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്? പ്രമാണങ്ങൾ, അതായത് ഖുർആൻ സുന്നത്തൊക്കെ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വ്യാഖ്യാനിക്കുക. അപ്പോൾ അവർക്ക് പ്രശ്നം വരും. നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇമാമിങ്ങൾ എന്താ പറഞ്ഞതെന്ന് നോക്കുക അല്ലെ. കർമ്മശാസ്ത്രപരമായിട്ട് ഷാഫി ഇമാം, അല്ലെങ്കിൽ മാലിക് ഇമാം, ഹംബലി ഇമാം, അല്ലെങ്കിൽ അബു ഹനീഫ ഇമാം, ഇവരാരൊക്കെ എന്തൊക്കെയാണ് ഓരോ വിഷയത്തിലും പറഞ്ഞിട്ടുള്ളത്, ഇത് നമ്മൾ നോക്കുക.
അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിൽ അബുൽ ഹസൻ അൽ അശരി തങ്ങളോ അബു മൻസൂർ മാതുരീദി തങ്ങളോ അവരൊക്കെ എന്താണ് പറഞ്ഞത് നമ്മൾ നോക്കല്ലേ. യെസ്. അപ്പൊ പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ആര്? വിധേയികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വിഷയങ്ങളിലൊക്കെ എന്ത് ചെയ്യും, അവരുടെ വിശ്വാസങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. മൈക്ക് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ചില കുട്ടികൾക്ക് ആവശ്യമില്ലാതെ ഓണാക്കി വെച്ച് തോന്നുന്നുണ്ട്, ശബ്ദം വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ പോയിന്റ് മനസ്സിലായില്ലേ? പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാര്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ പറയാ, ഇവിടെ ഈ അടയാളപ്പെടുത്തിയത് കണ്ടുകൊണ്ട് എല്ലാവരും കൂടി നമ്മൾ ബോധം കെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊരു ഹദീസും അതിന്റെ അർത്ഥമാണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വന്നിട്ടുണ്ട്. അവിടെ അടയാളപ്പെടുത്തരാ, ഈ ഹദീസും ഇതിന്റെ അർത്ഥവും കണ്ടോ. ഓക്കെ, ശ്രദ്ധിക്കണേ. ഈ ഹദീസ് ഇതിന്റെ അർത്ഥം ചോദിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാണ്, ഞാൻ പ്രത്യേകം അവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് മാത്രം വായിക്കട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ശ്രദ്ധിക്കൂ. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ലതൻ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദതൻ ഖാലൂ മൻ ഹിയ യാ റസൂലല്ലാഹ് ഖാല മാ അന അലൈഹി വഅസ്ഹാബി. അതിന്റെ അർത്ഥം നീ വായിക്കാം. എന്റെ സമുദായം 73 വിഭാഗങ്ങളായി വേർതിരിയും. ഒരു വിഭാഗം ഒഴികെ മറ്റു വിഭാഗങ്ങൾ മുഴുവനും നരകത്തിലാണ്. അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ് ആ വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനും എന്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗമാണത്. അപ്പൊ ഈ ഹദീസ് നിങ്ങൾ കാണാതെ കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഭാഗം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ പൂരിപ്പിക്കാൻ കേട്ടോ. എന്നാലും നമ്മൾ ജസ്റ്റ് പഠിച്ചേക്കുക. പിന്നെ അതിന്റെ ആശയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ വ്യാഖ്യാനം കേട്ടോ, അതിന്റെ അർത്ഥം അതിൽ ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാല് ഒരു ചോദ്യപ്പേപ്പർ വന്നത് മാ അന അലൈഹി വസ്ഹാബി, അതിന്റെ അർത്ഥം എന്താ? അവസാനത്തെ ഭാഗം പറഞ്ഞു നോക്കി, എന്താണ് മാ അന അലൈഹി വസ്ഹാബിന്റെ അർത്ഥം എന്താ? ഓക്കെ, ഞാനും എന്റെ സ്വഹാബത്തും സഞ്ചരിച്ച മാർഗമാണത് എന്നല്ലേ. ഓക്കെ, അപ്പൊ ഇതെന്താ ചോദിക്കണത്? എന്റെ നബി പറയണത് എന്റെ സമുദായം 73 വിഭാഗങ്ങളായി വേർതിരിയും. നബി തങ്ങൾ ഇതുവരെ കളവ് പറഞ്ഞിക്കണോ? നബി തങ്ങൾ പറയണത് കളവാകുമോ? അപ്പൊ നോക്കൂ, നമ്മൾ ഇനി എത്ര കൊതിച്ചിട്ടും കാര്യമില്ല, നമ്മളെല്ലാരും കൂടി ഒന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ഒരുപാട് പാർട്ടികളുണ്ട്, ഒരുപാട് പേരിൽ അറിയപ്പെടുന്നവരുണ്ട് ഇസ്ലാമിന്റെ പേരിൽ. ഇവരെല്ലാരും സ്വർഗത്തിലാന്ന് മുത്തനബി പറഞ്ഞോ? ഇല്ല. അപ്പൊ നബി തങ്ങൾ എന്താണ് പറയുക? ഈ 73 വിഭാഗം, എത്ര വിഭാഗമാണ്? 73 വിഭാഗം ആളുകളായിട്ട് മാറും എന്റെ ഉമ്മത്ത്. കണ്ടോ? എന്നിട്ട് പറഞ്ഞത് നബി തങ്ങൾ എന്താ പറഞ്ഞറിയോ? ഒരു വിഭാഗം ഒഴികെ മറ്റു വിഭാഗങ്ങൾ മുഴുവനും നരകത്തിലാണ്. അപ്പൊ സഹാബികൾ ചോദിക്കുന്നുണ്ട്, ചോദിച്ചിട്ട് ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ ആ ഒരു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ എന്താണ്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞെന്താണ് പറയൂ? ഞാനും എന്റെ ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങള് മക്കളെ ശ്രദ്ധിക്കാണ്ട് പോയത്, നമ്മൾ സമയം ഇങ്ങനെ പോകണ്ടിട്ടോ. നമുക്ക് ഇനിയിപ്പോ ഇത് വലിയൊരു പാടായതുകൊണ്ടാണ് ഇത് ഞാനിങ്ങനെ വിശദീകരിച്ചിട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളിതിന് ഒരുപാട് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളോട് പലരും പറയും എല്ലാവരും ഇപ്പൊ ഒന്നല്ലേ, എന്താ ഇപ്പൊ പ്രശ്നം, നമ്മളെന്തിനാ സുന്നികളാവണത്, എന്തിനാ അഹ്ലു സുന്നത്ത് ജമാഅത്താവണത്, എല്ലാവരും മുസ്ലിമീങ്ങൾ തന്നെയല്ലേ, ഇങ്ങനെയൊക്കെ നമ്മളെ ഇതാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് ഈ ഹദീസാണ്. നബിത്തങ്ങളാണ് പറഞ്ഞത് എന്റെ സമുദായം 73 വിഭാഗവും. എല്ലാവരും ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഉണ്ടാവുക. പക്ഷെ ഞാനും എന്റെ സ്വഹാബത്തും സഞ്ചരിച്ച വഴിയിലൂടെ ആരൊക്കെയാണോ നടക്കുന്നത് അവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, അവരാണ് യഥാർത്ഥ സ്വർഗത്തിന്റെ അവകാശികൾ. അപ്പൊ അള്ളാഹു നമുക്ക് അതിൽ ഉൾപ്പെടുത്തട്ടെ. ആ ഒരു അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അപ്പൊ ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. ഈ അഹ്ലു സുന്നത്തി ജമാഅത്ത് എന്ന് പറയുമ്പോൾ എന്താ അറിയോ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മുൻഗാമികളായ പണ്ഡിതന്മാര് നമുക്കെങ്ങനെ ഞാനും എന്റെ സ്വഹാബത്ത് സഞ്ചരിച്ചു എന്ന് നബിത്തങ്ങൾ പറഞ്ഞല്ലേ. അപ്പൊ അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? അത് നബിത്തങ്ങളുടെ കാലഘട്ടത്തിലുള്ളത് സ്വഹാബികൾ കണ്ടുപിടിച്ചു,
സഹാബികൾക്ക് ശേഷമുള്ള പണ്ഡിതന്മാർ പഠിച്ചു. അങ്ങനെ അവർക്ക് ശേഷമുള്ള ആളുകൾ വന്നു. അങ്ങനെയാണ് നമ്മളെ ഈ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങളൊക്കെ ഇമാമിങ്ങൾ ക്രോഡീകരിച്ചത്. അവർക്ക് കേൾക്കുമോ? നിങ്ങൾ പറയൂ. ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുമോ? കേൾക്കുവോ? ഇല്ല. ഇല്ല അല്ലേ? അതുപോലെ വിശ്വാസം, കാരണം അവരൊക്കെ ലക്ഷക്കണക്കിന്, ഈ ഷാഫി ഇമാമിനെ കുറിച്ചൊക്കെ പറയല്, അവരൊക്കെ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയവരാണ്. ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയവരാണ്. അതിന്റെ നിയമങ്ങൾ കലക്കി കുടിച്ച ആളുകളാണ്. എല്ലാം അവർക്ക് അത്രയും അഗ്രഗണ്യരായ സൂക്ഷ്മത പാലിച്ച പണ്ഡിതന്മാരാണ്. അവരാണ് തൊട്ടടുത്ത തലമുറക്ക് പകർന്നു കൊടുത്തത്. അവരെ ശേഷമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വന്നതാണ് നമുക്കൊക്കെ ഫിഖ്ഹും, നമ്മളെ മുമ്പിലുള്ള ഫിഖ്ഹും അഖീദയും അഖ്ലാഖും ഇതൊക്കെ നമുക്ക് നിബിധങ്ങളുടെ ഹദീസും സുന്നത്തും ഖുർആനും ഹദീസും ഇതൊക്കെ വെച്ച് നമുക്ക് കിട്ടിയത് അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് പേടിക്കാനുള്ള കാരണം എന്താ? നമ്മൾ ഉറച്ചു നിൽക്കുന്നത് നമ്മളെ ഉസ്താദുമാരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയത് ആ നിബിധങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഈ ഓരോ വിഷയങ്ങളാണ് നമ്മളൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് പേടിക്കാനില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ വിധേയികളുടെ പ്രശ്നം എന്താ അറിയോ? അവര് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് അവര് അല്ലെ. അതുകൊണ്ട് അവർക്ക് പേക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുജാഹിദുകൾ എന്ന് പറഞ്ഞ വിഭാഗം അവർ തന്നെ ഇന്നിപ്പോ എത്രയാണ്, ഒരുപാട് വിഭാഗങ്ങളായി മാറി. എന്താ കാരണം? അവര് ഖുർആനും ഹദീസും ഒക്കെ വ്യാഖ്യാനിക്കുന്നത് ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങളെ വെച്ചിട്ടല്ല. അവരവർ സ്വന്തം, അത് കുറച്ച് അറബി ഭാഷ പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ട് അവരെന്നെ എന്താ അർത്ഥം വെക്കുക, അവർ തന്നെ അതിന് വ്യാഖ്യാനങ്ങൾ നൽകുക. അപ്പൊ അവർക്ക് ഒരുപാട് അവിടെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഈ ഹദീസ് നിങ്ങൾ പഠിച്ചാണ് കേട്ടോ. കൂടുതൽ മാ അന അലൈഹി വസ്ഹാബി അതിന്റെ അർത്ഥം ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അല്ലെങ്കിൽ സ്വർഗത്തിൽ എല്ലാ വിഭാഗവും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ ഏതാണ് ആ ഒരു വിഭാഗം ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറയേണ്ടത് ഈ ഒരു ഹദീസിന്റെ ഭാഗമാണ് മാ അന അലൈഹി വസ്ഹാബി. ഓക്കെ, ഞാൻ എന്റെ സഹാബത്തും സഞ്ചരിച്ച മാർഗം. ഈ ആ ഭാഗം ഹദീസും അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നതാണ് അപകടകരമാണ്. ഇപ്പൊ പൂരിപ്പിക്കാണ്ടോ? മക്കളെ ശ്രദ്ധിക്കുക. അതായത് ഇതൊക്കെ എന്താണെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുബത്തദീങ്ങളുടെ വാദങ്ങളല്ല, വിധേയികളാണ്, പുത്തൻ പ്രസ്ഥാനക്കാരുടെ വാദമാണെന്ത്? ഖുർആനും സുന്നത്തും മാത്രമേ ഞങ്ങൾ പിൻപറ്റുള്ളൂ എന്ന് പറയാം. അത് മാത്രമാണോ പ്രമാണങ്ങള്? 4 പ്രമാണങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയാലൊക്കെ ഖുർആന് ഇവിടെ ഞാൻ എഴുതി തരാം, ഈ അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കാം. അതായത് മുബത്തദികളുടെ ചില അടയാളങ്ങൾ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 1-2 അടയാളങ്ങൾക്ക് 2-3 അടയാളം തന്നിട്ട് അത് എടുത്തേതാണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഏതാണ്ടാവും. അപ്പൊ നമ്മള് മുബത്തദീങ്ങൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള മുബത്തദീങ്ങളുടെ പേര് നേരത്തെ ഉസ്താദ് പറഞ്ഞു, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, അങ്ങനത്തെ ഒരുപാട് പേരിൽ അറിയപ്പെട്ട മുബത്തദീങ്ങളുണ്ട്. ഇവരുടെ അടയാളങ്ങൾ എന്താണെന്ന് ചോദിക്കും. അപ്പൊ കുറച്ച് അടയാളങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് എന്താണ്? ഒരു അടയാളം നിങ്ങൾ പറയൂ, എന്താണ്? കണ്ടോ, മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക. ഒന്നാമത്തെ ഭാഗത്ത് അനാചാരമാണെന്ന് പറയുക. 20 റക്അത്ത് തറാവീഹിനെയും സുബഹിലെ ഖുനൂത്തിനെയും അനാചാരമാക്കുക. സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളി പറയുക. ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക തുടങ്ങിയവ മുബത്തദികളുടെ ചില അടയാളങ്ങളാണ്. കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ചിലപ്പോ ചോദിക്കാൻ സാധ്യത കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1-2 അടയാളങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഈ പോയിന്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ അമ്പിയാക്കളിൽ നിന്ന് മുഅ്ജിസത്തായി സംഭവിക്കുന്നത് ഔലിയാക്കളിൽ നിന്ന് കറാമത്തായി സംഭവിക്കും അല്ലെ. അത് അവരുടെ മരണശേഷവും സംഭവിക്കാം. എന്നാൽ ഈ പുത്തൻവാദികളെ ആളുകൾ എന്താ പറയാ, അങ്ങനെ ഒരു അത്ഭുതമൊന്നും അവർക്ക് ഉണ്ടാവില്ല, കറാമത്തൊന്നും അങ്ങനെ മരണാനന്തരം ഒന്നും മഹാത്മാക്കൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവർ മക്കാമുകൾ സിയാറത്ത് ചെയ്യില്ല അല്ലെ.
നമ്മളൊക്കെ മക്കാമിൽ പോയിട്ട് ആ മഹാന്മാരുടെ ജീവിതകാലത്ത് അവരുടെ അടുക്കൽ പോകുന്നത് പോലെ അതോടെ അവിടെ പോയിട്ട് നമ്മൾ ദുആ ചെയ്യും അല്ലെ. അള്ളാഹു ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് പഠിച്ചോനെ, എന്നെ നന്നാക്കിക്കൊണ്ട് പഠിച്ചോനെ എന്നൊക്കെ പറയാൻ അവിടുത്തെ ബർക്കത്ത് ആഗ്രഹിച്ചു പോവാണ് അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ പോണത്? ആ മഹാത്മാക്കൾക്ക് പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഈ മുബ്തദികളുടെ അടയാളം എന്താണ്? അവരെന്താ ചെയ്യണത്? മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകളെ നിഷേധിക്കുക, അവരെ നിഷേധിക്കുക ചെയ്യാം. പിന്നെ ജുമായയുടെ ഒന്നാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയും. അതായത് നിങ്ങളുടെ കാലത്ത് വളർന്നു വരുന്നുള്ളൂ അല്ലെ. എന്നാൽ പിന്നെ കാലത്താണ് എന്തായത് അദ്ദേഹം 2 ബാങ്ക് ഉണ്ടാക്കി. എന്താ കാരണം? അന്നൊക്കെ ഒരുപാട് ആളുകൾ ജോലിക്ക് പോകുന്നവർ ഇവരൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് എല്ലാവരും പരിഗണിച്ചുകൊണ്ട് ആദ്യം ഒരു ബാങ്ക്, ആ ബാങ്ക് എന്താണ് എല്ലാവരും ജുമേന്റെ സമയമായി, ഇനി കച്ചവടമൊക്കെ നിർത്തിക്കോളി, കച്ചവടത്തിന് പോയ ആളുകളൊക്കെ നിർത്തിക്കോളൂ, നിങ്ങൾ ജുമയൊക്കെ തയ്യാറായിക്കോളൂ അറിയിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ നബി തങ്ങളെ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരാരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ. യെസ്. അപ്പൊ അതേപോലെ അപ്പൊ നമ്മള് പറയാറുണ്ട് ഇജ്മാ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ പ്രസ്താവന, ഇതൊക്കെ നമുക്ക് തെളിവാണ് അല്ലെ. സുന്നികളായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ നമ്മള് അതൊക്കെ സ്വഹാബത്തിന്റെ പ്രസ്താവന നമുക്ക് എന്താണ് തെളിവാണ്. യെസ്. അപ്പൊ അതേപോലെ അപ്പൊ ഈ ജുമയ്ക്ക് 2 ബാങ്ക് ഉണ്ടാക്കി ആര്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത്. അപ്പൊ അത് അനാചാരാണെന്ന് ആര് പറയും? മുബ്തദികളൊക്കെ പറയും അത് അനാചാരാണ്. അപ്പൊ നമ്മൾ പറയും സ്വഹാബികളുടെ നേതാവായ ഉസ്മാൻ റളിയല്ലാഹു കൊണ്ടുവന്നതല്ലേ. അപ്പൊ അവര് പറയും അങ്ങനെ അത് തെളിവല്ല, ഖുർആനും സുന്നത്തും മാത്രമേ അവര് തെളിവാക്കുള്ളൂ. അതങ്ങനെ പറയാൻ പറ്റുമോ? സ്വഹാബത്തിന്റെ പ്രസ്താവന നമുക്ക് തെളിവല്ലേ. യെസ്. അതാണ് നമ്മൾ പറയാൻ. അപ്പൊ ഈ ഒന്നാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക. അപ്പൊ ജുമയ്ക്ക് എത്ര ബാങ്ക് ഉണ്ടാവാറുണ്ട്? മൈക്കിൽ നമ്മൾ കേൾക്കുന്നത് ഒരു ബാങ്കാണ്, ഒന്നാമത്തെ ബാങ്ക്. എന്നാൽ 2 ബാങ്ക് ഉണ്ടാവാറില്ലേ? അപ്പൊ നമ്മൾ പള്ളിയിൽ പറഞ്ഞ പുരുഷന്മാർക്കൊക്കെ അല്ലേ, ഇമാമ് ഖത്തീബ് മെമ്പറിൽ ഇരുന്നാൽ പിന്നെ എന്ത് ചെയ്യും? ഒന്നും കൂടി ബാങ്ക് കൊടുക്കും. അത് നമ്മൾ മൈക്കിൽ കൊടുക്കില്ല എന്നുള്ളൂ, പുറത്തേക്ക് കേൾക്കില്ല എന്നുള്ളൂ. യെസ്. അപ്പൊ ഇത് ആര് കൊണ്ടുവന്ന? അത് അനാചാരമൊന്നുമല്ല, അത് ആവശ്യത്തിനുണ്ടാക്കിയതാണ്. അത് ആരുണ്ടാക്കിയത്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലേ ഉണ്ട്. അപ്പോ സ്വഹാബത്ത് ചെയ്താലും നമുക്ക് എന്താണ് തെളിവാണ്. കാരണം അവർ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ജീവിതം കണ്ടു പഠിച്ചവരാണ്. അവർക്ക് അള്ളാഹു തോന്നിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്താ വലിയ പേക്കൂല. കാരണം റസൂലുള്ളാഹി മുത്തനബിയൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്റെ സ്വഹാബത്തിന് ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണ്. അതേപോലെ മറ്റൊരു സംഗതി എന്താ അറിയോ? തറാവീഹ് 20 റക്അത്ത് തറാവീഹ് അല്ലെ. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്താക്കി? ഒരു ഇമാമിനെ നിർത്തിയിട്ട് ആ ഇമാമിന്റെ കീഴിൽ എല്ലാവരും ഒരു അണി നിരത്തിയിട്ട് തറാവീഹ് 20 റക്അത്ത് നിസ്കരിപ്പിച്ചിട്ടുണ്ട് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വഹാബികളും നമുക്ക് എന്താണ് തെളിവാണ് അല്ലെ. യെസ്. അതുകൊണ്ട് 20 റക്അത്ത് തറാവീഹ്. നമ്മളൊക്കെ സുന്നികളായ ആളുകൾ എത്ര റക്അത്ത് തറാവീഹ് നിസ്കരിക്കല്? 20. അതാണ് ശരിക്ക്. പക്ഷെ നമ്മളിവിടുത്തെ പുത്തൻവാദികളെ ആളുകൾ അവര് നമ്മളിവിടെ മുജാഹിദ് ജമാഅത്തിന്റെ ആളുകളൊക്കെ അല്ലേ, അവരൊക്കെ എത്ര റക്അത്ത് നിസ്കരിക്കാറിയോ? 11 പറഞ്ഞാല് 8 റക്അത്താണ് തറാവീഹ് നിസ്കരിക്കുള്ളൂ. 8 റക്അത്ത്. ഓല് പറഞ്ഞത് ഖുർആൻ, അവര് പറഞ്ഞത് ഖുർആൻ സുന്നത്തിൽ അങ്ങനെയുള്ളത്, ഹദീസിൽ അങ്ങനെയുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ ഈ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ എന്തുണ്ട്? അങ്ങനെ അദ്ദേഹം നിസ്കരിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ വെറുതെ നിസ്കരിക്കുവോ? അവരൊക്കെ റസൂലുള്ളാഹിനെ കണ്ടുപിടിച്ച അവിടുത്തെ ഖലീഫമാരല്ലേ, ഖുലഫാ റാഷിദീങ്ങളിൽ പെട്ട ആളുകളല്ലേ. അപ്പൊ അവരാണ് നമുക്ക് തെളിവ്. അപ്പൊ അവരും നമുക്ക് തെളിവാണ്. കാരണം നമ്മൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ നമ്മൾ മിത്തങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ആരും പിന്നെ പറഞ്ഞു തരേണ്ടത്? സ്വഹാബികൾ തൊട്ടടുത്ത ആളുകൾക്ക് കാണിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. അവര് അതിന്റെ ശേഷമുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് നമുക്ക് ഇസ്ലാം കിട്ടുന്നത്. ഓക്കെ. അപ്പൊ 20 റക്അത്ത് തറാവീഹിനെയും ആര് എതിർക്കുന്നുണ്ട്? മുബ്തദികള് എതിർക്കുന്നുണ്ട്. യെസ്. അതേപോലെ അവര് 8 റക്അത്ത് നിസ്കരിക്കുള്ളൂ കേട്ടോ. പിന്നെ 3 ഇത്രയാണ് 3 കൂട്ടിയിട്ടാണ് 11 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അതുപോലെ സുബഹിലെ കുനൂത്തിനെയും അനാചാരമാക്കുക. സുബഹിലെ കുനൂത്ത് നമ്മൾ ഷാഫി മദ്ഹബുകാരല്ലേ. ഷാഫി മദ്ഹബുകാരായ നമുക്ക് കുനൂത്ത് സുബഹിയിൽ എന്തുണ്ട്? കുനൂത്ത് ഓതൽ സുന്നത്താണ്. എന്നാൽ ആ കുനൂത്ത് പക്ഷേ അബു ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ എന്തില്ല? കുനൂത്ത് ഇല്ല. അത് മദ്ഹബിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷെ നമ്മളിവിടുത്തെ മുബ്തദീങ്ങൾ എന്ത് പറയും? അങ്ങനെ സുബഹിയിലെ കുനൂത്ത് ഓതുക എന്നുള്ളത് അനാചാരമാണെന്ന് പറയാം. കുനൂത്ത് ഓതൽ അനാചാരമാണെന്ന് പറയാം. അങ്ങനെ ഇല്ല, റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, അതുകൊണ്ടില്ല എന്ന് നിഷേധിക്കുക. പക്ഷെ അവരെക്കാൾ എത്രയോ വലിയ വലിയ പണ്ഡിതനാണ് ആര്? ഷാഫി ഇമാമൊക്കെ അല്ലെ. അവരൊക്കെ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടാക്കിയ, ലക്ഷക്കണക്കിന് ഹദീസുകളെ കുറിച്ച് പഠിച്ച ആളുകളാണ്. അവര് കണ്ടെത്തിയതാണെന്ത്? റസൂലുള്ളാഹി തങ്ങള് കുനൂത്ത് ഓതിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് കുനൂത്തിനെ അനാചാരമാക്കുക. അതുപോലെ നമ്മൾ സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലൂലേ, മജ്ലിസൊക്കെ ഉണ്ടാവില്ലേ പള്ളിയിലും മദ്രസിലൊക്കെ, നമ്മളോടൊക്കെ ഉണ്ടാവാറില്ലേ?
സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അതിനൊക്കെ തള്ളി പറയുക. സ്വലാത്തും ദിക്റൊന്നും അങ്ങനെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ തള്ളി പറയുക. അതുപോലെ ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക. മനസ്സിലായ മക്കളെ? ആ ചില കുട്ടികൾ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടല്ലേ, നമ്മൾ റിമൂവ് ആക്കേണ്ടി വരും, അപ്പൊ ശരിയാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക തുടങ്ങിയവ മുബത്തദികളുടെ ചില അടയാളങ്ങളാണ്. അപ്പൊ ഈ അടയാളങ്ങൾ മനസ്സിലാക്കാനായിട്ട് വിശദീകരിച്ചു കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട പാടായതുകൊണ്ട് അങ്ങനെ ഇത്രയും വിശദീകരിച്ചു പോയത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോ അടയാളങ്ങള്. മരണാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകത വിശ്വസിക്കുക, ജുമയുടെ ഒന്നാമത്തെ അനാചാരമാണെന്ന് പറയുക, 20 റക്അത്ത് തറാവീഹിനെയും സുബഹിലെ ഖുനൂത്തിനെയും അനാചാരമാക്കുക, സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളി പറയുക, ഖുർആനും ഹദീസും, അത് ശ്രദ്ധിക്കണേ, ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക തുടങ്ങിയവ മുബത്തദികളുടെ ചില അടയാളങ്ങളാണ്. അപ്പൊ ഖുർആനും ഹദീസൊക്കെ പറഞ്ഞാൽ ഇമാമിയങ്ങൾ എന്താ പറഞ്ഞത്, മുഫസ്സിരീങ്ങൾ എന്താ പറഞ്ഞത്, ഇത് നമ്മൾ നോക്കേണ്ടത് അല്ലേ. പക്ഷെ ഈ മുബത്തദികൾ അങ്ങനല്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യും, അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. ഇതാണ് പ്രശ്നം. ഓക്കെ, ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗമായ സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റി സ്വർഗ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നമ്മളെ സമയം ഇങ്ങനെ കഴിഞ്ഞു, കുറച്ചുകൂടി സമയം നമുക്ക് ഈ ദുആ എന്നുള്ള പാഠത്തിന്റെ ഭാഗം കൂടി നമുക്ക് നോക്കാം. കണ്ടോ? മക്കളെ ദുആ, ഈ ഹെഡിങ് ഒന്ന് വായിച്ചേ, ഖിയാമത്തെ പാഠത്തിന്റെ ഹെഡിങ് വായിച്ചേ. അപ്പൊ നമ്മള് ഇതില് ഒരു എന്താണ് അദ്ദുആഉ അഥവാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ നിർവചനം അറിയുന്ന ആളുകൾ പറയൂ. എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനോട് നടത്തുന്ന ഒരു സഹായമാണ് ദുആ. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ, ഇവിടെ ഈ പാഠത്തിന് മെയിനായിട്ട് വരുന്ന ചോദ്യം ഈ ഒരു ചോദ്യമാണ്, എന്താണ് പ്രാർത്ഥന, എന്താണ് അദ്ദുആ, എന്താണ് ദുആ എന്നാൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കാതെ നിങ്ങൾ ഒന്ന് പരാതി, എന്റെ വോയിസ് കേൾക്കണില്ലേ, അതിന്റെ വോയിസ് കേൾക്കണില്ലേ? ഓക്കെ, നമ്മൾ കുറഞ്ഞ സമയം ഇട്ട് ഇനി പരാതി പറയാൻ സമയമില്ല, ശ്രദ്ധിക്കുക. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്ദുആ. അപ്പോ നമ്മള് ഒരാൾ ഒരു കുഴിയിൽ വീയാൻ പോവാണ്, അവിടെ എന്നെ സഹായിക്കും, എന്റെ കൈ ഒന്ന് പിടിക്കുന്ന പറയും, സഹായം തേടും അല്ലെ, അത് ദുആ ആണോ? സഹായാർത്ഥന തന്നെയാണ് അല്ലെ, സഹായാർത്ഥനയാണ്. പക്ഷെ ദുആ അല്ല. ദുആ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ ആള് ആരാധ്യനാണെന്ന് വിശ്വാസത്തോടെ ചെയ്യുമ്പോഴേ ഉള്ളൂ നമ്മൾ അത് ദുആ ഉള്ളൂ. നമ്മള് മമ്പുറ മക്കാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ മക്കാമിലോ ഒക്കെ പോയിട്ട്, അല്ലെങ്കിൽ റൗളാ ശരീഫിലോ പോയിട്ട് മുത്തുനബിയെ എന്നെ സഹായിക്കണമെന്ന് പറയാം. കാരണം നമ്മൾ വിശ്വസിക്കണം എന്താണ്, മരണാനന്തരവും അവർക്ക് ആ പ്രത്യേകത ഉണ്ട് അല്ലെ, അവർക്ക് പ്രത്യേകത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മള്. അപ്പൊ ആ സഹായാർത്ഥനയും എന്താവൂല, അത് ദുആ ആകുമോ? മക്കളോട് നമ്മൾ ചെയ്യണത് ദുആ ആകുമോ? ഇല്ല. കാരണം എന്താണ്, അവിടെ അവര് ആരാണ്, അവര് പഠിപ്പാനാണെന്ന് നമുക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? അവര് സൃഷ്ടാവാണെന്ന് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ? ഇല്ല. അവരൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ് അവരൊക്കെ. പക്ഷെ അവരാണ് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ആളുകൾ എന്ന ഒരു പ്രത്യേകതയുള്ളൂ. അപ്പൊ ദുആ എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ എന്താണ്, ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ എന്ന് പറഞ്ഞു നോക്കിയേ, ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അപ്പൊ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഞാൻ ചോദ്യം പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്ത്, ക്രൈസ്തവർ സഹോദരന്മാർ ആരോടാണ് സഹായം തേടാറുള്ളത്? യേശുവിനോട്.
യേശുവിനോട്. യേശുവിനോട്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നത് ആര്? അങ്ങനെ ചോദിക്കാറുണ്ട്. ആരാണ്? ക്രൈസ്തവർ അല്ലേ? അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെ പരീക്ഷ പേപ്പറിൽ ചോദിക്കാറുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങൾ യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്, ആണോ? ആണ്, പ്രാർത്ഥനയാണ്. കാരണം ഓരോ വിശ്വാസം എന്താണ്? അപ്പൊ അവർ നമ്മുടെ ഒരു പരീക്ഷ പേപ്പറിൽ വന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ക്രൈസ്തവർ സഹോദരൻ യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്? അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരന് ഗുരുവായൂരപ്പനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. എന്ത് കാരണം? അത് അവരുടെ ദൈവമാണ്. യേശുവിനോട് നടത്തുന്നത്, ആ യേശു ആരാണ്? ആരാധ്യനാണെന്ന് വിശ്വാസത്തോടെയാണ് അവര്. ഇത് രണ്ടിലെത്തിക്കട്ടെ കേട്ടോ. അതേപോലെ ഹൈന്ദവ സഹോദരന് ഗുരുവായൂരപ്പനോട് നടത്തുന്ന സഹായാർത്ഥന എങ്ങനെയാണ്? ആ ഗുരുവായൂരപ്പൻ എന്താണ്, പിന്നെ ആരാണെന്ന പോലെ വിശ്വാസം, അത് ദൈവമാണ് അല്ലെങ്കിൽ ആരാധ്യനാണെന്ന വിശ്വാസത്തോടെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥന നമ്മളെ കാഴ്ചപ്പാടിൽ എന്താണ്? ഷിർക്കാണ് അല്ലെ? ഷിർക്ക് ഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. പഠിച്ചില്ലേ? അള്ളാഹു അല്ലാത്തവരോട് അവനല്ലാതെ അള്ളാഹു അല്ലാതെ ആരാധന നടത്തുന്ന വിശ്വാസമാണെന്ത്? ഷിർക്ക്. പഠിച്ചില്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾ ഇനി നമ്മൾ നിർത്താൻ പോകട്ടോ. അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറയാം. നമ്മൾ കഴിഞ്ഞ രണ്ടാമത്തെ പാഠം, ആ ഷിർക്ക് എന്നുള്ള പാഠം ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്നു? തൗഹീദ്, ഇബാദത്ത്, ഷിർക്ക്. അതേപോലെ മറ്റൊരു കാര്യമാണ് ഇത്, ഈ പറഞ്ഞ അദ്ദുആ. ഇത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. 4 നിർവചനമായിട്ട് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. മാറിപ്പോകരുത്. ചില കുട്ടികൾക്ക് അവിടെ മാറാൻ സാധ്യതയുള്ള ഭാഗം ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അപ്പൊ ഇതിൽ ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മൾ സ്വലാത്തല്ലേ? കുറെ കുട്ടികൾക്ക് ഇങ്ങനെ പോകാനിങ്ങനെ. ഓക്കെ, എന്നാൽ ഇനി എല്ലാവരും ഒരുമിച്ച് സ്വലാത്തിലേക്ക്. ഓക്കെ, വലൈക്കും സലാം. എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോയിക്കോട്ടെ. ഓക്കെ. Hi.